ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് ഇൻ ലോങ് ടേം, മീഡിയം ടേം ഫണ്ട്സ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ലോങ് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ഫണ്ട്സാണ് എന്ത് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൽ മേജറായിട്ട് ഡീൽ ചെയ്യുന്നത്. It trades funds, both securitized and non-securitized fund. The securitized funds consist of equity shares, preference shares, convertible debentures, non-convertible debentures, public sector bonds, savings certificates, gilt-edged securities, etc. Non-securitized funds are bank deposit, provident fund scheme, life insurance company fixed deposit, etc. അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് എന്താണ്, സെക്യൂരിറ്റൈസ്ഡ് ഫണ്ട്സും നോൺ സെക്യൂരിറ്റൈസ്ഡ് ഫണ്ട്സുമാണ് എന്ത് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റൈസ്ഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം, അതായത് എന്താവുക, ഇക്വിറ്റി ഷെയർസ് ആവാം, പ്രിഫറൻസ് ഷെയർസ് ആവാം, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആവാം, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആവാം, പബ്ലിക് സെക്ടർ ബോണ്ട്സ് ആവാം, സേവിങ് സർട്ടിഫിക്കറ്റ്സ് ആവാം, അല്ലെങ്കിൽ എന്താണ് ഗിൽറ്റ്-എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് ആവാം. ഇതൊക്കെയാണ് എന്ത് സെക്യൂരിറ്റൈസ്ഡ് ഫണ്ട്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റൈസ്ഡ് ഫണ്ട്സ് അല്ലെങ്കിൽ എന്താണ് നോൺ സെക്യൂരിറ്റൈസ്ഡ് ഫണ്ട്സിലാണ് എന്ത് ചെയ്യുന്നത് മുഴുവൻ ട്രേഡും ക്യാപിറ്റൽ മാർക്കറ്റിലെ മുഴുവൻ ട്രേഡും എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ മുഴുവൻ ഫണ്ട്സ് എന്ത് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരിക്കും, ഒന്നുമില്ലെങ്കിൽ ലോങ് ടേം ആയിരിക്കും, അതല്ലെങ്കിൽ മിഡിൽ ടേം ഫണ്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. അതാണ് രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഇറ്റ് ചാനലൈസസ് ദ ഫ്ലോ ഓഫ് ഫണ്ട്സ് ഫ്രം ദ അൺഡിസൈറബിൾ ആക്ടിവിറ്റീസ് ഇൻ ടു ഡിസൈറബിൾ ആക്ടിവിറ്റീസ് അല്ലേ. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ചാനലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഫണ്ട് അല്ലേ. അപ്പോൾ ഫണ്ട് നമുക്ക് അൺഡിസൈറബിൾ ആക്ടിവിറ്റീസിൽ നിന്ന് ഡിസൈറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്കുള്ള ഫണ്ട്, അതായത് നമുക്ക് കുറച്ചുകൂടി എന്താണ് ഡിസൈറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുറച്ചുകൂടി താല്പര്യമുള്ള, കുറച്ചുകൂടി എന്താണ് താല്പര്യപൂർവ്വം കുറച്ചുകൂടി ആഗ്രഹിച്ച പോലെയുള്ള എന്താണ് ഫണ്ട് ട്രാൻസാക്ഷൻസ് നടത്താനുള്ള ഒരു ചാനലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ the funds raised from the capital is generally raised are utilized for acquisition of land, building, plant and machinery and other fixed asset. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് ഈ ഫണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്തിട്ടുള്ള ഫണ്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ലാൻഡ് വാങ്ങാൻ അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങാൻ അല്ലെങ്കിൽ പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറി അല്ലെങ്കിൽ അങ്ങനെയുള്ള അതർ ഫിക്സഡ് അസറ്റ്സ് അല്ലേ. അപ്പോൾ ഫിക്സഡ് അസറ്റ്സ് വാങ്ങുവാൻ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നത്, റേസ് ചെയ്യുന്നത്. പിന്നെ അതാണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിൽ നിന്ന് ഉപയോഗിക്കുന്ന ഫണ്ട്സൊക്കെ എന്താണ് ഇതിൻ്റെ നമ്മൾ നേച്ചർ പറഞ്ഞു, ഇതിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഫണ്ട്സൊക്കെ ലോങ് ടേം ഫണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ഒരു മീഡിയം ടേം ഫണ്ട്സ് ആയിരിക്കും. ഓക്കെ. പിന്നെ അടുത്തത് നമുക്ക് പറയാൻ പറ്റുന്നത് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് കമ്പോസ്ഡ് ന്യൂ ഓർ പ്രൈമറി ഇഷ്യൂ മാർക്കറ്റ്, സെക്കൻഡറി ഇഷ്യൂ മാർക്കറ്റ്, ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് ആൻഡ് ലോങ് ടേം ലോൺ മാർക്കറ്റ് അല്ലേ. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വരും, അതിൽ പ്രൈമറി മാർക്കറ്റ് വരും, അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ആവാം, പ്രൈമറി മാർക്കറ്റ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലേ, സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ലോങ് ടേം ലോൺ മാർക്കറ്റ്. ഇതൊക്കെയാണ് എന്ത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ, ഇതെല്ലാം കൂടിയതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ വേറൊരു കാര്യം പറയുന്നത് ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ ഇൻ്റർമീഡിയറീസ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരുപാട് ഇൻ്റർമീഡിയറീസ് ഉണ്ട്. ഏതൊക്കെയാവാം, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ബാങ്ക്സ് ആവാം, കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഇതൊക്കെ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസ് ആണ് അല്ലേ. ഓക്കെ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് എന്ത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ സെക്യൂരിറ്റീസ് വിച്ച് ആർ ഡീൽഡ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആർ ട്രാൻസ്ഫറബിൾ ആൻഡ് മാർക്കറ്റബിൾ. ദ ഇൻവെസ്റ്റേഴ്സ് ഹു ഇൻവെസ്റ്റഡ് ഫണ്ട്സ് ഇൻ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ക്യാൻ ബി റിസീവ്ഡ് ബാക്ക് ബൈ വേ ഓഫ് സെല്ലിംഗ് ദീസ് സെക്യൂരിറ്റീസ് ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ സെക്യൂരിറ്റീസ് വിച്ച് ഡീൽസ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താണ് ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്താണ് ട്രാൻസ്ഫറബിൾ ആണ് അല്ലെങ്കിൽ മാർക്കറ്റബിൾ ആണ് അല്ലേ. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്തു ഒരു ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ വേണമെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ വീണ്ടും ക്യാഷാക്കി മാറ്റാം അല്ലേ. അപ്പോൾ അത് സെക്കൻഡറി മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റീനെ എന്ത് ചെയ്താൽ മതി സെക്കൻഡറി മാർക്കറ്റിൽ സെല്ല് ചെയ്തിട്ട് വീണ്ടും അതിനെ ക്യാഷാക്കി മാറ്റാം. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം എവിടെയുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റിലുണ്ട്. ദാറ്റ് മീൻസ് അതായത് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് എന്താണ് ട്രാൻസ്ഫറബിൾ ആണ് അല്ലെങ്കിൽ മാർക്കറ്റബിൾ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ വേറൊരു പോയിന്റ്, ജനറലി ദ ഡീലേഴ്സ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആർ വെൽ ടു ഡു സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി അല്ലേ. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിലെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഡീലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും അവർ കുറേ കൂടി എന്താണ്
ഈ സൊസൈറ്റിയുമായിട്ട് കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് റെഗുലേറ്റഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ദാറ്റ് കൺട്രി. ഇറ്റ് ഓഫേഴ്സ് ട്രാൻസ്പെറൻസി ആൻഡ് ഡിസിപ്ലിൻ ഓൺ ദ ഡീലിംഗ് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റിൽ. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തെയും ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ട്രാൻസ്പെറൻസിയും അതിൻ്റേതായിട്ടുള്ള ഡീലിങ്ങിൽ ഡിസിപ്ലിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ കാണാൻ പറ്റും. പിന്നെ വേറൊരു പോയിന്റ്, ദ കോർപ്പറേറ്റ് പെർഫോമൻസ് ഓഫ് എ കൺട്രി ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അല്ലേ, ഒരു രാജ്യത്തെ കോർപ്പറേറ്റ് പെർഫോമൻസ്, അല്ലേ, ഒരു രാജ്യത്തെ കമ്പനി കോർപ്പറേറ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഏതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കോർപ്പറേറ്റ് ലെവൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ മാത്രമായിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് നമ്മൾ എടുത്തു പറയുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുമ്പോൾ, ദ ഇൻവെസ്റ്റേഴ്സ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആസ് എഗെയിൻസ്റ്റ് ഇക്വിറ്റി ആൻഡ് ഇൻ പെർട്ടിക്കുലർ ബോറോയിങ് ഫ്രം ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അല്ലേ, അപ്പോൾ പ്രധാനമായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഇൻവെസ്റ്റേഴ്സ് ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താണ്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗപ്പെടുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അല്ലേ, അപ്പോൾ അതാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡിബഞ്ചേഴ്സ് വിച്ച് ആർ ഇഷ്യൂഡ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആർ പെർട്ടിക്കുലർലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് വിത്ത് ഓട്ടോമാറ്റിക് ഓർ കമ്പൽസറി കൺവേർഷൻ. ദ ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് ഗിവൺ നോർമൽ ഓപ്ഷൻ ഓഫ് കൺവേർഷൻ. അല്ലേ, അപ്പോൾ അവിടെ പറയുന്നു ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിബഞ്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതെന്താണ്, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സാണ്. അല്ലേ, അതായത് എന്താണ്, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഓട്ടോമാറ്റിക് ഡിബഞ്ചേഴ്സാണ്, അതല്ലെങ്കിൽ കമ്പൽസറി കൺവേർഷന് വിധേയമാവുന്ന ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സാണ്. ദ ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് ഗിവൺ നോർമൽ ഓപ്ഷൻ ഓഫ് കൺവേർഷൻ. അല്ലേ, അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർഷൻ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അല്ലേ, എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതെന്താണ്, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ കമ്പൽസറി കൺവേർഷണബിൾ ഡിബഞ്ചേഴ്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, മെഗാ ഇഷ്യൂസ് ആർ ഫ്ലോട്ടഡ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ടേക്ക് ഓവർ, അമാൽഗമേഷൻ എക്സെട്ര. Borrowing from financial institutions are avoided due to the fear of their discipline and conversion clause of bigger companies which have now become optional. അല്ലേ, അപ്പോൾ മെഗാ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ മെഗാ ഓഫർ എന്നൊക്കെ പറയുന്ന പോലെ കുറേ ഇഷ്യൂസ്, അതായത് അറ്റ് എ ടൈം ഒരുപാട് ഇഷ്യൂസ് എന്ത് ചെയ്യും, ക്യാപിറ്റൽ മാർക്കറ്റിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും ചില സമയത്ത്. ഇഷ്യൂസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ മറ്റ് ഇക്വിറ്റീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോൺസൊക്കെ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ മെഗാ ഇഷ്യൂസ് എന്ത് ചെയ്യും, ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. അപ്പോൾ മെഗാ ഇഷ്യൂസ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു കമ്പനി എന്ത് ചെയ്യണം, എന്താ അതിൻ്റെ ഉദ്ദേശം വെച്ചാൽ, മെഗാ ഇഷ്യൂസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അമാൽഗമേഷൻ. അല്ലേ, ഒരു കമ്പനിയെ വേറൊരു കമ്പനി എന്ത് ചെയ്യുക, മുഴുവനായിട്ട് ഏറ്റെടുക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിലേക്ക് അതിനൊരു കാരണമാണ് ഈ മെഗാ ഇഷ്യൂയിങ് അല്ലെങ്കിൽ മെഗാ ഇഷ്യൂസ്. അല്ലേ, അപ്പോൾ അങ്ങനെ മെഗാ ഇഷ്യൂസ് എന്ത് ചെയ്യാറുണ്ട്, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് വെച്ചാൽ, borrowing from financial institutions are avoided due to fear of their discipline and conversion clause of the bigger companies which have now become optional. അല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ, വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ മെഗാ ഇഷ്യൂസൊക്കെ നടത്താം. അപ്പോൾ അങ്ങനെ മെഗാ ഇഷ്യൂസൊക്കെ നടത്തുന്ന സമയത്ത് അധിക കമ്പനികൾ എന്ത് ചെയ്യാറില്ല, അങ്ങനെ ചെറിയ കമ്പനികൾ എന്ത് ചെയ്യും, വലിയ കമ്പനികൾ ഒന്നിച്ച് എന്ത് ചെയ്യും, അവരുടെ ഭാഗമാക്കി അല്ലെങ്കിൽ അവരിലേക്ക് എന്ത് ചെയ്യണം, ലയിപ്പിക്കുകയാണ് ചെയ്യുക, അമാൽഗമേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അമാൽഗമേഷൻ നടക്കുമെന്നുള്ളത് കൊണ്ട് പല കമ്പനീസും ചെറിയ കമ്പനീസും ഇങ്ങനെ മെഗാ ഇഷ്യൂസ് എന്ത് ചെയ്യാറില്ല, നടത്താറില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു മെഗാ ഇഷ്യൂസ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അതൊരു ഓപ്ഷണൽ ഓഫറാണ്, ഓപ്ഷണലായിട്ട് ചെയ്യാം. മെഗാ ഇഷ്യൂസ് വേണമെങ്കിൽ നടത്താം, അത് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി. അപ്പോൾ ചില കമ്പനികൾക്ക് എന്തുണ്ടാവും വെച്ചാൽ അവർക്കൊരു പേടി ഉണ്ടാവും. കാരണം മെഗാ ഇഷ്യൂസ് നടത്തി കഴിഞ്ഞാൽ വലിയ കമ്പനീസിൽ അമാൽഗമേറ്റ് ചെയ്യേണ്ടി വരുമോ, ലയിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പേടി അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് മാത്രം, അത് വേണമെങ്കിൽ മാത്രമാണ്, അത് ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടുള്ളൂ, കമ്പനികൾക്ക് ഉപയോഗിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്.
പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നത് അവോയ്ഡൻസ് ഓഫ് അണ്ടർ റൈറ്റിംഗ് ബൈ സം കമ്പനീസ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് അവോയ്ഡ് സെക്യൂരിറ്റീസ് ബൈ ദ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ദീസ് ഹാസ് ബിക്കം ഓപ്ഷണൽ നൗ അല്ലേ. അപ്പോൾ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ടർ റൈറ്റിംഗ് അണ്ടർ റൈറ്റിംഗ് കോസ്റ്റ് എന്ത് ചെയ്യാണ്, പരമാവധി കുറയ്ക്കുക അല്ലേ. അണ്ടർ റൈറ്റിംഗ് കോസ്റ്റ് പരമാവധി കുറയ്ക്കുക. അണ്ടർ റൈറ്റിംഗ് ചാർജസ് കുറയ്ക്കുന്നതോട് കൂടിയിട്ട് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കമ്പനിയിൽ കൂടുതലായിട്ട് സ്ക്രൂട്ടനിങ് ചെയ്യുക. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുറുക്കൽ അല്ലേ. ഇപ്പോൾ നമ്മുടെ ചെറിയൊരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ട് അവരുടെ ഒരു മുറുക്കലുണ്ടാവും, ഒരു പിടിമുറുക്കൽ അല്ലേ. അപ്പോൾ ആ ഒരു പിടിമുറുക്കലിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ പരമാവധി എന്ത് ചെയ്യുക വെച്ചാൽ ഈ കമ്പനീസിന് അണ്ടർ റൈറ്റിംഗ് ചാർജൊക്കെ കുറച്ച് പരമാവധി അതിന് വന്നിരുന്ന കോസ്റ്റൊക്കെ കുറച്ച് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അത് ഡീൽ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പറയാൻ പറ്റുന്നത് അതൊക്കെ എന്തായിട്ടുണ്ട്, ഒരു ഓപ്ഷണൽ മാത്രമാണ്. അതായത് അത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ വേണമെങ്കിൽ ചെയ്യാം, അത് നിർബന്ധമൊന്നുമില്ല, ഒരു ഓപ്ഷണലായിട്ട് ചെയ്യാമെന്ന് മാത്രം. പിന്നെ ഒരു പോയിന്റ് പറയുന്നത് ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് മാനുവൽ ഫണ്ട്സ് ആൻഡ് സബ്സിഡിയറീസ് ഓഫ് ബാങ്ക്സ് ഫോർ ഫിനാൻഷ്യൽ സർവീസസ് ലീഡിങ് ടു ലാർജർ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഫ്രം ദ ക്യാപിറ്റൽ മാർക്കറ്റിലെ. അപ്പോൾ നമുക്കറിയാം, അതായത് മ്യൂച്വൽ ഫണ്ട്സൊക്കെ എന്താണ്, മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡിയറി ഓഫ് ബാങ്ക്സ് ഫോർ ഫിനാൻഷ്യൽ സർവീസ്, ഇതൊക്കെ എന്താ വെച്ചാൽ തോതിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, വളർന്നു അല്ലേ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ നന്നായിട്ട് വളർന്നു. പിന്നെ അതുപോലെ തന്നെ സബ്സിഡിയറീസ് ഓഫ് ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്തു, നന്നായിട്ട് വർദ്ധിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് അപ്പോൾ റിസോഴ്സസ് ധാരാളമായിട്ട് റിസോഴ്സസ് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഒഴുകി എത്താൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു 5 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രധാനമായിട്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ബോറോയിങ് ഒക്കെ നടത്തുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സൊക്കെ എന്താണ്, ട്രാൻസ്ഫറബിൾ ആണ്, അല്ലെങ്കിൽ എന്താണ്, കൺവേർട്ടബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓട്ടോമാറ്റിക് ആണ്, അല്ലെങ്കിൽ അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിബഞ്ചേഴ്സ് വിത്ത് ഓട്ടോമാറ്റിക് ഓർ കമ്പൽസറി കൺവേർഷനാണ്. പിന്നെ മെഗാ ഇഷ്യൂസ് നടക്കാറുണ്ട്. മെഗാ ഇഷ്യൂസ് നടന്നു കഴിഞ്ഞാൽ പല സമയങ്ങളിലും മെഗാ ഇഷ്യൂസ് നടക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കമ്പനികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വലിയ കമ്പനികളെ ഏറ്റെടുക്കാറുണ്ട്, അല്ലെങ്കിൽ അമാൽഗമേഷനൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സമയത്ത് അല്ലേ, പ്രധാനമായിട്ടും അങ്ങനെ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചെറിയ കമ്പനികൾക്ക് പേടി ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അവരുടെ കമ്പനി ആ വലിയ കമ്പനിയിൽ ലയിച്ചു പോകുക എന്നുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒട്ടും തീരെ ഭാഗമില്ലെങ്കിൽ മാത്രം അവരുടെ താല്പര്യപ്രകാരം മാത്രം എന്ത് ചെയ്താൽ മതി, അങ്ങനെ മെഗാ ഇഷ്യൂസൊക്കെ നടത്തിയാൽ മതി. അപ്പോൾ അതും ഓപ്ഷണലാണ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ. പിന്നെ അതുപോലെ തന്നെ അണ്ടർ റൈറ്റിംഗ് ചാർജസൊക്കെ കുറച്ച് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ എന്താണ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, കമ്പനിയെ സ്ക്രൂട്ടിൻ ചെയ്യുക അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അണ്ടർ റൈറ്റിംഗ് ചാർജസൊക്കെ ഒഴിവാക്കി പരമാവധി കുറച്ചിട്ട് എന്ത് ചെയ്യാം, കമ്പനിക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അതും എന്താണ്, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട്, ഈ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഫണ്ട്സ്, സബ്സിഡിയറീസ് ഒക്കെ എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസിലൊക്കെ ഒരുപാട് മൊബിലൈസേഷൻ, ധാരാളമായിട്ട് വൻ മുന്നേറ്റം നടക്കുന്നത് കൊണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ ശരിക്കും എന്താണ്, നല്ല ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരുപാട് ഫണ്ട് റിസോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകി എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊരു അവസരം ഇവിടെ ഉണ്ട്, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. ഇനി സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റാണ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്കോപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്? അപ്പോൾ ഒന്ന് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്പ് ഓഫ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ഓഫ് വൺ കൺട്രി ആൻഡ് ഡിറക്ട്സ് ഇൻ ടു പ്രൊഡക്റ്റീവ് പർപ്പസസ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഓഫേഴ്സ് avenues for productive investment of saving which create income and helps in formation of the further capital. അപ്പോൾ സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് എന്ത്, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സ്കോപ്പായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് വെച്ചാൽ, നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് അല്ലേ, അതായത് എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും അല്ലേ. ക്യാപിറ്റൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് സേവിങ്സിനെയൊക്കെ നമുക്ക് മാറ്റിയിട്ട് കുറേ കൂടി ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ്
എന്താണ് അവസരങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എവിടെ പറ്റും, ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ പറ്റും. പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫോർമേഷനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഹ്യൂജ് എമൗണ്ട് ഈസ് റിക്വയർഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഫൗണ്ടേഷൻ സച്ച് ആസ് ഹ്യൂജ് എമൗണ്ട് cannot be collected from an individual or a few individual. It has been collected from a large number of people to have investable surplus. Capital market is a major source from which a huge amounts can be collected by issuing the shares and debentures. നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റിൽ ധാരാളം എന്ത് വരുന്നുണ്ട്, ക്യാപിറ്റൽ, ഒരു വലിയൊരു ക്യാപിറ്റൽ ഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും ഈ ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ കുറേ ആളുകൾ, നമുക്കറിയാം ഒരാൾ വിചാരിച്ചാൽ എന്താണ് ഈ എമൗണ്ട് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയും എമൗണ്ട് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. കുറേ ഇൻഡിവിജ്വൽസ്, കുറേ ആളുകൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഹ്യൂജ് ക്യാപിറ്റലായിട്ട് മാറും.